ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കിട്ടിയേക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഊട്ടിയിലേക്കാണ് കേട്ടോ പോയത്. പുലർച്ചെ ഒരു 4 മണിക്ക് ഇറങ്ങണം എന്നാണ് കേട്ടോ ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നോണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയി ഇറങ്ങാൻ. കുട്ടികൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പൊ അവർ അങ്ങനെ തന്നെ ഞങ്ങൾ വണ്ടിയിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ ചെയ്തത്. പക്ഷെ വണ്ടിയിൽ എത്തിയപ്പോഴേക്കും ഋതു എണീറ്റു. കണ്ട അവൾ എണീറ്റപ്പോൾ അവൾ ഏട്ടനെയും വിളിച്ചുണർത്തുകയാണ്. പിന്നെ ഈ സൗണ്ടും ബഹളമൊക്കെ കേട്ടിട്ട് പിന്നെ അവൾ ഉറങ്ങിയതേ ഇല്ല. ശ്രീയേട്ടന്റെ ഫാമിലിയും എന്റെ ഫാമിലിയും കൂടിയാണ് കേട്ടോ ട്രിപ്പ് പോണത്. അവര് മേലാറ്റൂരിന്ന് പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോവാന്. ഇത് ശ്രീയേട്ടന്റെ രണ്ടാമത്തെ അനിയനാണ് കേട്ടോ. മൂപ്പര് നമ്മൾ വീഡിയോസിലൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല, കാരണം മൂപ്പര് പുറത്താണ് ഓണം വെക്കേഷൻ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ എന്റെ ഫാമിലിയും നമ്മൾ മേലാറ്റൂരിന്ന് പിക്ക് ചെയ്തു. അപ്പോഴേക്കും 6 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. നേരത്തെ എണീറ്റത് കൊണ്ട് മാത്രമല്ല, ഓണമായിട്ട് ആർക്കും ഒരു റെസ്റ്റ് കിട്ടിയിട്ടേ ഇല്ല. അപ്പോഴേക്കുമാണ് നമ്മൾ ഈ ഒരു ട്രിപ്പും പ്ലാൻ ചെയ്തത്. ഞാനും നല്ലൊരു ഉറക്കം ഉറങ്ങി നിലമ്പൂരൊക്കെ എത്തിയപ്പോൾ എണീറ്റു കേട്ടോ. പിന്നെ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് എൻ്റെ ചെറിയ അനിയനാണ് കേട്ടോ. അവൻ ഫുൾ ടൈം ഓണായിരുന്നു. അടുത്ത് ഇനി ചുരം കയറി തുടങ്ങാനായി. ചുരം കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ചെറുതായിട്ടൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയി. കുറച്ചങ്ങ് കയറി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വാഷ്റൂമിൽ പോകണം, പിന്നെ ചായ കുടിക്കണം, അങ്ങനെ കുറേ ആവശ്യങ്ങൾ ഉണ്ടായപ്പോൾ നമ്മളൊന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. എന്താ കഴിക്കണേ? എന്താ കഴിക്കണത്? ആ പ്ലേസിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കി. പക്ഷെ നല്ലൊരു ഏരിയ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വണ്ടി എടുത്തു കേട്ടോ. അപ്പോൾ നല്ലൊരു പ്ലേസ് കിട്ടി. എല്ലാവരും ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ രാവിലത്തേക്ക് ഉണ്ടാക്കിയത്. കുറച്ച് നേരത്തെ ആയിട്ടാണ് തോന്നുന്നു. അമ്പൂസിന് ചപ്പാത്തി കൊടുത്തപ്പോൾ അവനത് വേണ്ട. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും മൂടൊന്ന് ഓണായി. അങ്ങനെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിർത്തി. അമ്പൂന് അപ്പോഴേക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. അവൻ അതേപടി എടുത്ത് പോന്നിരിക്കുകയായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഞങ്ങൾ അവിടേക്ക് നടക്കുവാണ്. വെക്കേഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല തിരക്കായിരുന്നു. പിന്നെ റോഡിൽ അതേപോലെ നല്ലൊരു ബ്ലോക്ക് കിട്ടിയിട്ടോ ഞങ്ങൾക്ക്. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടേക്ക് നടന്നെത്തിയപ്പോഴത്തന്നെ കുഴങ്ങി. പിന്നെ ക്ഷീണം മാറ്റാൻ നമ്മളവിടെ കുറെ സാധനങ്ങളൊക്കെ കണ്ടു. അപ്പൊ ഞങ്ങൾ ആദ്യം സ്ഥലം കാണുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് കയറാൻ. അതിന് അച്ഛന്മാർ അവിടെ ചുറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊരു പ്ലേസ് കാണാൻ വേണ്ടി നമ്മളവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതിന് മുന്നേ അവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോന്നാണ് നമ്മൾ നോക്കാറ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കണ്ടിറങ്ങി നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസ് കണ്ടപ്പോൾ അവിടെ നിർത്തിയാണ്. പിന്നെ ഊട്ടിയിലെ ക്ലൈമറ്റ് പറയുവാണെങ്കിൽ അത്രയ്ക്ക് വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല തിരക്കും പിന്നെ റോഡിലൊക്കെ നല്ല ബ്ലോക്ക്. അതുകൊണ്ട് തന്നെ ഒരു ടൈം വെച്ചിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും എത്തിയൊന്ന് വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ നല്ല ലേറ്റ്. അങ്ങനെ ഞങ്ങളുടെ ബോട്ടിൽ കയറാനുള്ള പ്ലാനും ഫ്ലോപ്പായി. അതും ഫ്ലോപ്പായ സ്ഥിതിക്ക് ഞങ്ങൾ പിന്നെ വേഗം വെച്ച് പിടിച്ചത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ. ഇവിടെ പിന്നെ നമുക്ക് അത്യാവശ്യം നടന്ന് കാണാനുണ്ട്. ഞാൻ 2 പ്രാവശ്യം ഊട്ടിയിലേക്ക് വന്നപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ പ്ലേസും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ. അവരൊന്നും ഓക്കെ ആവാതെ നമുക്ക് എവിടെ ഇറങ്ങാൻ പറ്റും. ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും 2 കുട്ടികൾ നല്ല ആക്റ്റീവ് ആയിട്ടോ. അമ്പു ആണെങ്കിൽ സെറ്ററോ ക്യാപ്പോ ഒന്നും ഇടാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നു. ഈ പൂക്കളൊക്കെ കാണുമ്പോൾ അമ്മമാർക്കായിരുന്നു കേട്ടോ കൂടുതൽ കൗതുകം. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ അമ്പൂസ് ആകെ കുഴങ്ങിയിട്ടുണ്ട്. പിന്നെ പപ്പ എടുത്ത് കിടക്കേണ്ട അവസ്ഥയായി. എന്നാൽ വേറെ ആരെങ്കിലും എടുത്താൽ പറ്റുമോ? അതും പറ്റും. കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ തന്നെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ നമ്മുടെ ഷോ ഓഫ് മാത്രമാണ് കേട്ടോ. പക്ഷേ ഈ ഒരു പൊട്ടറ്റോ ചിപ്സ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. സ്വീറ്റ് കോൺ പിന്നെ എവിടെ കണ്ടു കഴിഞ്ഞാലും എൻ്റെ അമ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അവനിത് ഒരാൾക്ക് കൊടുക്കുക പോലും ചെയ്യാതെ മൊത്തം ഇരുന്ന് കഴിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല തണുപ്പായി തുടങ്ങി. അവൻ്റെ സോക്സ് ആണെങ്കിൽ നമ്മൾ വണ്ടിയിൽ വെച്ച് മറക്കുകയും ചെയ്തു. അപ്പോൾ അവനൊരു സോക്സ് ഒക്കെ വാങ്ങി ചെറുതായിട്ടൊരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഊട്ടി വിട്ടു. ഊട്ടിയിൽ നമുക്ക് എല്ലാ പ്ലേസും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രിപ്പ് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്